ഹുസൈനെ എവിടെ പോണ മുത്ത രാത്രി നട്ടപ്പാതിരേക്ക് ചിക്കൻ ചുടാനും തിന്ന് ആർമാദിക്കാനും വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഹുസൈന് 2 ദിവസം കൊണ്ട് പട്ടിണിയായിരുന്നു. വയറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വന്നേക്ക്. ഹുസൈന് ഇന്നേക്കൊരു പുടി. അപ്പൊ ഇന്നത്തെ പരിപാടി ചെറിയൊരു ഗ്രില്ലിംഗ് പരിപാടി. നേരെ ഹത്ത. ഓ കാസർഗോഡ് കാതർബായി. പിന്നെ ലുക്കാ നോക്ക്. എവിടെ നിന്നാണത്? ഔട്ട്ഫിറ്റ് വേണം. എന്തോ ഒരു ദേഷ്യം പോലെ ഇത് കറക്റ്റ് എത്തണേ. മാപ്പിട്ട കറക്റ്റ് അല്ലേ? അത്തൊന്ന് ഇങ്ങനെ പോകുന്നു ശരിക്കും. അത്ത് നമ്മൾ കവലേജ് വയ്യല്ലേ കയറല്. അവീർ റോഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ചെക്ക് അവിടെ എന്താണ് സാധനത്തിനൊക്കെ കണക്കുണ്ടേ. ബാക്കിൽ എല്ലാം അപ്പുറത്തായി പോയിടാ, ഒന്നും കിട്ടുന്നില്ല. എന്താ ചെയ്യാ? ഇവിടെ പച്ച ചിക്കൻ തിന്നല്ലേ? കാണില്ലടാ, ഒന്നും അധികം തിന്നാ. അങ്ങനെ നമ്മൾ ഹത്തയിൽ എത്തിയിരിക്കുകയാണ്. ബ്ലാക്ക് മാൻ തൻവീർ ചുടടാ ചുട്. പെട്ടെന്നോട്ട് എങ്ങനെ കനൽ കത്തിക്കും? തീപ്പെട്ടിട്ടുണ്ട് വലിയ മറ്റേ പെട്ടി വന്ന് ചവപ്പെട്ടി വന്ന് തീപ്പെട്ടി. പെട്ടെന്ന് ആട്ടെ ഷംസീറ. ആ എല്ലാം അടിക്കും. നീ അതെന്തായാലും അടിക്കും. ആ പരത്ത് കൊട്ടേഷൻ വിടാതെ പരത്ത്. കിട്ടില്ല. ഒരുത്തൻ ഇവിടെ കനല് ചൂടാക്കുന്നു, ഒരുത്തൻ ഇവിടെ ഇങ്ങോട്ട് കിക്കടാ ലേസ് പൊട്ടിച്ചിരുന്ന് കളായി. കാതറേ അല്ല നടക്കൂ കാതറേ, പെട്ടെന്നാവട്ടെ. സൂപ്പർവൈസർ പെട്ടെന്നാവട്ടെ, ഫുഡ് കഴിക്കാനുള്ള. ആ എങ്ങനെ കൈ മുറിയല്ലേ? വീശി പെട്ടെന്ന് വീശാൻ ഷംസീർ മിടുക്കനാ. കാതറ പെട്ടെന്നാവട്ടെ, ജൽദി. ഒരു പീസ് എക്സ്ട്രാ തരാം ചിക്കൻ. അന്വേഷിച്ച് അതാണ് ഈ വെള്ളത്തിലാ നീ പോയേ. ഹുസൈനെ കയ്യിലെടുക്കേ. ഞാൻ പറഞ്ഞുതരാട്ടോ. വെച്ചോ സെന്റർ നോക്കിടാ. ആ പീസ് ഇറച്ചി പീസ് എപ്പോഴും സെന്റർ നോക്കണം. 6 വെക്കണോ? 6 സെന്റർ അങ്ങോട്ട് മാറ്റണ്ടേ? ഇവിടെ വെക്ക്. ഇറച്ചി പീസ് നടക്ക് വെക്ക്. അത് വെറും ഇറച്ചി പീസ് അല്ലേ? 2 ചണ്ട 2 സൈഡ് വെക്ക്. 2 കാല് കാലാണല്ലേ? കാല് പുറത്ത് വരണതിന്റെ നിരപ്പ് കുറവായിരുന്നു. കാതറ നീ എടുത്ത് വച്ച് കാണിച്ചു കൊടുക്കും. 4 കാലിന് വെച്ചോ. അല്ല കാലം ഒന്നും കൂടി പോകും തോന്നുന്നു അടുപ്പിച്ച് വെക്കാണെങ്കിൽ. 6 മതിയടാ. അർത്ഥകാലം മറ്റേലായിരിക്കും.
പൊറോട്ട കിട്ടുന്ന ആര് ആര് ഞാനല്ലേ ഞാൻ പറഞ്ഞു ഇതിന്റെ മാമനെടുക്കും കുറച്ച് തേച്ചോ മസാല അതാ പച്ച മസാല ഇരിക്കും. ചോദിച്ച മസാല തേക്കണം. അപ്പം കരിഞ്ഞു കൂടാ കരിഞ്ഞു ഓരോ മസാല വേണ്ട. കരിഞ്ഞു ഇത് മതി. ഇത് കുറെ പാട്ടും പാടി കിടക്കണ്ടല്ലോ. ഇരുട്ട് വാക്കിന് നിന്നിട്ട് ഇരുട്ട് വാക്കിന് നിന്ന് ഒരു പക്കാവടെ ഫുള്ള് തീർത്തോ. മസാല നമുക്ക് ഇനി ആവശ്യമില്ല. ഉറപ്പാണോ? അതൊരു കാര്യം ചെയ്യും. നാളെ ഹുസൈന് രാവിലെ കൊടുക്കല്ല. ഹുസൈന് വേണമെന്ന് പറഞ്ഞത്. ആ രാവിലെ പൊറോട്ട തന്നെ വേണം. ചിക്കൻ വെട്ടാൻ വേണ്ടല്ലോ. ഏയ് അത് വേണ്ടിയില്ല. ഇനി ഇടണ്ടോ കരിഞ്ഞു പോകും. ഹുസൈനെ ഹുസൈന് ഞാൻ ചാർക്കോൾ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ബലൂല. അടാ ഇതെന്താടാ ഇതൊരു പൊട്ടിച്ചില്ല. സൈഡിന്ന് പൊട്ടിക്കളാ. അത് നീ കൈവത്തണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ആള് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടാ. ചുറ്റും മൗണ്ടൻസുകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ ഹത്ത സുഹൈലിലേക്ക് ഇന്നലെ അവിടത്തേക്കാണ് ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല. തണുപ്പ് സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. ഇതിൻ്റെ ചുറ്റുമുള്ളൊരു വിഷ്വൽസുകൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കേട്ടില്ല ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ട് കേട്ടോ. കിടിലം വിഷ്വൽ കേട്ടോ. ഹത്ത സുഹൈലിലേക്ക്. അങ്ങനെ ഹത്ത സുഹൈലിലേക്കിൽ നിന്നുള്ള ഒരു സൺറൈസ്, ആ ഒരു വാക്യം കൂടെ കിട്ടി. കിടിലം ആംബിയൻസ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. മോർണിംഗ് വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ആൾക്കാർ തലേന്നേ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് ട്രക്കിങ്ങിനും മറ്റുമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഗ്രില്ലൊക്കെ ചെയ്ത് ഒരു വീക്കെൻഡും അവധി ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കിടിലം സ്പോട്ട്. രക്ഷയില്ല. അയ്യോ അയ്യോ തണ്ണീറേ. ഓ മലമുകളിൽ അങ്ങനെ ഒരു സൂര്യോദയവും കണ്ടു. മഞ്ചൻ പയ്യ പയ്യ ആർക്കും മടക്കാൻ അറിഞ്ഞൂടാ. അതാ സംഭവം. ഇപ്പൊ ഇജ്ജ ഉണ്ട്, ഇജ്ജ മടക്കി തരും. പിന്നെ പറയാതെ മടക്കം കണ്ട് കോൺട്രാക്ട് കൂടാതെ. ഫുൾ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. ശരീരം ഇറങ്ങി ഒരു പണിയെടുക്കൂല. അത് കുടിച്ചടാ. ഇതെന്താക്കുന്നത്? ഇപ്പൊ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കണ അവസ്ഥയാ. ഇത് ഇതിങ്ങനെയൊന്നും അല്ലാടാ. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. എങ്ങനെ ഇത് ഇതിന്റെ ഉള്ളിൽ കേറണേ? ബെല്ലടിക്കുന്നു.
അയ്യോ ഫുള്ള് അവന്റെ പണിയാ, എന്റെ പണിയല്ല, അവന്റെ പണിയാ. തൻവീറെ, അങ്ങനെ ഹത്തേന്ന് നമ്മൾ വിട പറയുന്നു. വീഡിയോ മതിയോ? ഫോട്ടോ ആണോ? അങ്ങനെ വളരെ മനോഹരമായ ക്യാമ്പിങ് കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് നേരെ പോയത് നമ്മുടെ ഹത്ത ഡാമിലേക്കാണ്. ഇവിടെ എൻട്രി ഫ്രീ ആണ്. രാവിലെ 11 മണിക്ക് മുന്നേ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുമായിട്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ സാധിക്കും. അല്ലെങ്കിൽ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകേണ്ടി വരും. 100 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കയാക്കിങ് നടത്തി തിരിച്ചു പോകാൻ സാധിക്കും. ദുബായിയുടെ പല ഭാഗങ്ങളിൽ നിന്നും RTA ബസ് സർവീസ് ഹത്ത ഡാമിലേക്കുണ്ട്. വരുമ്പോൾ രാവിലെ തന്നെ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. പൂച്ചയ്ക്ക് സെൽഫി അതൊക്കെ അടിക്കോളാ എങ്ങനെ? സിമ്പിളായിട്ട് മുകളിൽ കയറിപ്പോയ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നേരെ ഷാർജയിലെ പുതുതായി ഓപ്പൺ ചെയ്തിട്ടുള്ള സ്പൈസി കഫേയിൽ ചെന്ന് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് അവരവരുടെ റൂമിലേക്ക് തിരിച്ച് മടങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഹത്ത ബ്ലോഗ്. അപ്പോൾ വേറൊന്നുമില്ല. ഓക്കെ, ബൈ.